ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊന്നീസ് ഗാർഡനോട് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ നമ്മുടെ ക്രിസ്മസിൽ ഈ ആഴ്ചയിലിടുന്ന ഫസ്റ്റത്തെ കോംബോ ഓഫറാണ് കേട്ടോ. ഇത് നമ്മുടെ ഫ്യൂസിയാണ് ഇടുന്നത്. ഒത്തിരി പേര് ചോദിക്കാറുള്ള പ്ലാന്റും കൂടിയാണ്. ഫ്യൂസിയൻ്റെ ഒരു 4 കളറാണ് ഈ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 4 കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 390 രൂപയാണ്. ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ എല്ലാം കാണാൻ. ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ്. ഇത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. നല്ല ഫ്യൂസിയൻ്റെ ഇത് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ്. ഇതേ സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ. അടുത്ത നമ്മുടെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബ്രൈഡൽ ബൊക്കറ്റാണ് കേട്ടോ. ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ യെല്ലോ കളറും വൈറ്റ് കളറും ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. വെറും 50 രൂപയുള്ളൂ ഒരു പ്ലാന്റിന്. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ നമുക്ക് മതിൽ കൂടിയൊക്കെ വെച്ച് കയറ്റി വിടാൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റാണ്. ഇതിൻ്റെ വൈറ്റും ആണെങ്കിലും അത് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇതിൽ കാണിക്കുന്നത്. ഇത് നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റാണ്. അതുപോലെ തന്നെ പെട്രിയൻ്റെ വൈറ്റ് ഉണ്ട്. ഇതും നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ക്യാറ്റ്സ് ക്ലോ ആണെങ്കിലും നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റാണ്. ഇതും നല്ല ഭംഗിയാണ്. ഇത് ലെമൺ വൈൻ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇതും ഇല കാണാതെ പൂക്കൾ വിരിയുന്നതാണ്. ഇത് നമ്മുടെ മണിമുല്ലയിൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റാണ്. ഇത് നമുക്ക് യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് നിറയെ പൂക്കൾ വിരിയുന്നതാണ്. ഇത് കൊഞ്ചിയോ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതും നിറയെ പൂക്കൾ വിരിയുന്ന ഏത് പ്ലാന്റ് ആണെങ്കിലും വെറും 50 രൂപയുള്ളൂ. നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റാണ്. അടുത്ത നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ. ആഫ്രിക്കൻ വയലറ്റിൻ്റെ ആ ഒരു 6 കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നല്ലൊരു ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാം. പക്ഷേ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആഫ്രിക്കൻ വയലറ്റ് നേരിട്ട് സൺലൈറ്റ് തട്ടരുത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വെള്ളം അധികം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നനവനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതും നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റ്. ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും. ഇൻഡോറിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ വിൻഡോ സൈഡിലൊക്കെ ഒന്ന് വെക്കാൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല പ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മാത്രം മതി. അത് നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റും കൂടിയാണ്. ആഫ്രിക്കൻ വയലറ്റിൻ്റെ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഇതേ സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത്. അത്യാവശ്യം എല്ലാത്തിലും പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നല്ല റൂട്ടഡ് പ്ലാന്റും കൂടിയാണ് കേട്ടോ. നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. ഇതിൻ്റെ നമ്മൾക്ക് കണ്ടില്ലേ, ഇതേ പോട്ടിലുള്ളൊരു വെച്ച് വളർത്താം. കുറച്ചുകൂടെ വലിയ പോട്ടിൽ വെച്ചിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. അടുത്ത നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ആണ് കേട്ടോ. ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു 12 കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 12 കളറിന് നമ്മൾ കൊടുക്കുന്നത് വെറും 270 രൂപയാണ്. എല്ലാവർക്കും പെട്ടെന്ന് മേടിച്ചെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. അതുപോലെ പെട്ടെന്ന് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ക്യാറ്റസ് പ്ലാന്റ്. ഇത് നമ്മൾ ഏറ്റവും വില കുറച്ചിട്ട് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. നമ്മൾ അയക്കുന്നത് ജിഫി സൈസ് പ്ലാന്റാണ്. ഇത് അത്യാവശ്യം നല്ല റൂട്ടഡ് പ്ലാന്റും കൂടിയാണ് നമ്മൾ അയക്കുന്നത്. ഇത് നവംബർ, ഡിസംബർ, ജനുവരി സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പൂക്കളുന്നത് സമയം. ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെച്ച് വളർത്തിയെടുക്കാം. ഇൻഡോറിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ വിൻഡോ സൈഡിലൊക്കെ വെച്ച് എടുത്താൽ മാത്രം മതി. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ്. അതുപോലെ തന്നെ ഇതിന് എന്നും എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 2 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ നനവനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിന് ചകിരിച്ചോറും മണലും ചാണകപ്പൊടിയും കുറച്ച് മണ്ണും അങ്ങനെ ചെയ്തിട്ട് മാത്രം പോട്ടി മിക്സിൽ നട്ടാൽ മതി. വേറൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല പോലെ വളരുന്നൊരു പ്ലാന്റാണ് കേട്ടോ നമ്മുടെ ക്യാറ്റസ്. ഇത് നമുക്ക് പുറത്ത് വെക്കുമ്പോൾ വെയിൽ തട്ടാത്ത സ്ഥലത്ത് വെക്കണം.